നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് ഇത് വളരെയധികം കഠിനമായ ഒരു സമയമാണ്. ഒരു വർഷത്തിന് മുകളിൽ പരിക്ക് കാരണം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ കഠിന പരിശ്രമങ്ങളുടെ ഫലമായിക്കൊണ്ട് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ആ തിരിച്ചുവരവിൽ കേവലം 13 മിനിറ്റുകൾ മാത്രമാണ് നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വീണ്ടും നെയ്മറെ പരിക്ക് പിടികൂടി. ഇനിയിപ്പോൾ അടുത്ത വർഷം മാത്രമാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുക. കരിയറിലുടനീളം പരിക്കുകൾ എപ്പോഴും നെയ്മറെ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും തനിക്ക് ഫുട്ബോളിനോട് മടുപ്പ് തോന്നിയെന്നും ഇട്ടെറിഞ്ഞു പോകാൻ തോന്നിയെന്നും ഇപ്പോൾ നെയ്മർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ചില ദിവസങ്ങളിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകാൻ തോന്നും. എൻ്റെ കരിയറിനെ ആകെ പിടിച്ചുലച്ച ഒരു പരിക്കാണ് ഇത്. ഞാൻ വളരെയധികം ദുഃഖിതനായിരുന്നു. ആദ്യത്തെ മാസം മാനസികമായി ഞാൻ വളരെയധികം തളർന്നുപോയി. വേദന മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ എൻ്റെ കുടുംബവും സുഹൃത്തുക്കളുമാണ് എന്നെ തിരികെ കൊണ്ടുവന്നത്. ഒരു പരിക്കിൽ നിന്നും തിരിച്ചു വന്ന് കളിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മാനസികമായും ശാരീരികമായും നമ്മൾ തളർന്നു പോകും. എനിക്കിപ്പോൾ പ്രായം 20 മറിച്ച് 31. അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ എൻ്റെ കുടുംബവും കുട്ടികളും സുഹൃത്തുക്കളുമാണ് എന്നെ ഓരോ ദിവസവും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതാണ് നെയ്മർ ജൂനിയർ പുതിയ ഒരു ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞിട്ടുള്ളത്. നെയ്മറുടെ ഭാവിയിലെ അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. അൽ ഹിലാലുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കും. ഈ ഒരു കരാർ പുതുക്കാനുള്ള സാധ്യത കുറവാണ് അടുത്ത സീസണിലേക്ക്. അതുകൊണ്ട് തന്നെ നെയ്മർക്കൊരു പുതിയ ക്ലബിനെ ആവശ്യമായി വരും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.